ഇനി ഈ വക പരിപാടിക്ക് പോകാണ്ടിരിക്കുക, അതാണ് ഏറ്റവും നല്ലത്. ഹലോ, നമുക്ക് അമേരിക്കയിലൊരു സോങ് ഓഡിഷൻ കണ്ടാലോ? ലാസ്റ്റ് വീക്ക് മലയാളം പള്ളിയിൽ പോയപ്പോൾ എൻ്റെ തൊട്ടപ്പുറത്തിരുന്ന ആൻറ്റി എൻ്റെ തൊണ്ട പൊട്ടിയുള്ള എൻ്റെ പാട്ട് കേട്ടിട്ട് എന്നോട് ചോദിച്ചു, ആളുടെ ഡാൻസ് സ്കൂളിൻ്റെ ആനുവൽ ഇവൻ്റായിട്ട് ഒരു പ്രോഗ്രാം കണ്ടക്ട് ചെയ്യുന്നുണ്ട്, അപ്പോൾ അതിൻ്റെ സിംഗേഴ്സിന് ഓഡിഷൻ നടക്കുന്നുണ്ട്, അപ്പോൾ ഇൻട്രസ്റ്റഡ് ആണെന്നുണ്ടെങ്കിൽ കൊച്ചു വന്ന് നോക്കുന്നോ? സത്യം പറഞ്ഞാൽ സ്റ്റേജ് ഫിയർ ഒന്നും എനിക്കില്ല, പക്ഷെ എനിക്കൊരു ഇൻസെക്യൂരിറ്റി ഉണ്ട്. നമ്മൾ പോയി കഴിഞ്ഞ് നമ്മൾ സെലക്ട് ആയില്ലെങ്കിൽ അതൊരു നാണക്കേടല്ലേ. പക്ഷെ ഇപ്രാവശ്യം ഞാൻ ഒന്ന് മാറ്റി ചിന്തിച്ചു, എന്നുവെച്ചാൽ അമേരിക്കയല്ലേ, അല്ല സോങ്സിൻ്റെ അൺപ്ലഗ്ഡ് വേർഷൻസ് ഒക്കെ വെച്ചാൽ എന്താ രച്ചപ്പുണ്ടോ, അങ്ങനത്തെ എന്തെങ്കിലും ഒരു തട്ടിക്കൂട്ട് പരിപാടിയായിരിക്കും. ചിലപ്പോൾ നമുക്ക് കിട്ടിയാലോ, പിന്നെ ഇവിടെ ആരറിയണു, നമുക്ക് വലിയ നാണക്കേടൊന്നും ഉണ്ടാവില്ലാന്നേ. പിന്നെ വലിയ തെറ്റില്ലാത്ത ഒരു അടിപൊളി ട്രോമയും കൂടി കിടപ്പുണ്ട്. ഹൈസ്കൂളിലാണേലും കോളേജിലാണേലും ജോലിയിലാണേലും എല്ലാവർക്കും നമ്മളൊരു സെക്കൻഡ് ചോയ്സ് ആയിരുന്നു. എപ്പോഴും നന്നായിട്ട് ചെയ്യുന്ന ഒരു ഫസ്റ്റ് ചോയ്സ് പ്രിഫേർഡ് ആൾക്കാരുണ്ടായിരുന്നു. അപ്പോൾ എപ്പോഴും ഈ സെക്കൻഡ് ചോയ്സ് ആകുമ്പോൾ നമുക്ക് എപ്പോഴും ഭയങ്കര വിഷമമാണ്. പക്ഷെ ഞാൻ എപ്പോഴൊക്കെ ആലോചിക്കും, അവരുടെ പോലെ തന്നെ ഞാനും ചെയ്യണ്ടല്ലോ, പിന്നെ എന്തുകൊണ്ട് ഞാൻ മാത്രം എന്തുകൊണ്ട് സെക്കൻഡ് ചോയ്സ്. എന്തായാലും അമേരിക്കയിൽ നമുക്കൊന്ന് കഴിവ് തെളിയിക്കാമെന്ന് ഞാൻ തീരുമാനിച്ചു. പോണ വഴി ഫുൾ പ്രാക്ടീസ് സെഷനായിരുന്നു. നമ്മളെന്തായാലും നമ്മളെ പ്രൂവ് ചെയ്യാൻ പോകാണല്ലോ. പിന്നെ എനിക്ക് വലിയ ടെൻഷനൊന്നും ഉണ്ടായിരുന്നില്ല. ഏതെങ്കിലും ഒരു നമുക്കറിയാവുന്ന ഒരു പാട്ട് പാടിയാൽ മതി. ഒരിക്കലും വോയിസ് ടെസ്റ്റ് അല്ലേ. തന്ന ലൊക്കേഷൻ എത്താറായപ്പോഴേക്കും നമ്മുടെ കിളി പോയി തുടങ്ങി. പോസിറ്റീവ് എനർജി ഒക്കെ പോയി. വിചാരിച്ച പോലെയല്ല, ഒരു ജാതിക്കുള്ള ആൾക്കാർ അവിടെ ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായി. പിന്നെ ഞാൻ അവിടെ കണ്ടു. വീണാലോന്ന് പോലും ഒരു ദുർബല നിമിഷത്തിൽ ഞാൻ ചിന്തിച്ചു. ഉള്ളത് പറയാലോ, ആ പരിപാടി കഴിഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ എനിക്ക് കിട്ടിയൊരു റിലീഫ്. കഴിവില്ല കേട്ടോ, ഉള്ളത് പറയാ, കഴിവില്ല. ഞാൻ എന്തൊക്കെ വിചാരിച്ചിരുന്നു, എനിക്ക് കഴിവുണ്ട്, എന്നിട്ട് ഞാൻ സെക്കൻഡ് ചോയ്സ് ആയിരുന്നു. കഴിവില്ല, അതുകൊണ്ടാ സെക്കൻഡ് ചോയ്സ് ആയിപ്പോയേ. ഇനി ഈ വക പരിപാടിക്ക് പോകാണ്ടിരിക്കുക, അതാണ് നല്ലത്. ട്രയൽ ചെയ്യുന്നതിന് മുന്നേ ആ കീബോർഡിസ്റ്റ് ചോദിക്കും ഏത് പിച്ചാ പിടിക്കേണ്ടതെന്ന്. അപ്പോൾ പാട്ട് പാടുന്നവർ B6 B ലോവർ ഹൈ D ഹൈ എന്നൊക്കെ പറയണ്ടേ. എനിക്കറിയില്ലല്ലോ, എൻ്റെ അടുത്ത് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ പാടാം, അതനുസരിച്ച് നിങ്ങൾ പിടിച്ചോ, അല്ലാണ്ട് ഞാൻ എന്ത് പറയാനാ. ഇവിടെയുള്ളവർക്ക് എന്തൊരു കഴിവാ, അവർക്ക് കഴിവില്ലെന്ന് ആരെ പറഞ്ഞേ. നമ്മളെ വെറുതെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്ത് പോയി. എന്തൊരു വോയിസ് ക്ലാരിറ്റി ആണെന്നറിയോ. എത്ര ടൈം കർണാട്ടിക് പറയാൻ പറഞ്ഞാൽ കർണാട്ടിക്, ഫാസ്റ്റ് നമ്പർ പാടാൻ പറഞ്ഞാൽ ഫാസ്റ്റ് നമ്പർ. നമുക്ക് ആകെപ്പാടൊരു മന്ദാരച്ചപ്പ് അറിയാം.